ആപ്കി അദാലത്തിൽ സെൻട്രൽ മിനിസ്റ്റർ സ്മൃതി ഇറാനിയുടെ മേലുള്ള കുറ്റാരോപണം ഇവരുടെ ഗവൺമെന്റ് പ്രതിപക്ഷ പാർട്ടികളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നുള്ളതാണ്. സ്മൃതി മേഡം, ഈ കാര്യത്തിൽ ഓപ്പോസിറ്റ് പാർട്ടിക്കാരെല്ലാവരും ഒന്നാണ്. അവർ പറയുന്നു CBI, ED, ഇൻകം ടാക്സ് ഇവരെല്ലാം അവരുടെ കഴുത്ത് ഞെരിക്കുകയാണെന്ന്, ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന്. സോണിയാഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും തേജസ്വി യാദവ് ആണെങ്കിലും സിസോഡിയ ആണെങ്കിലും എല്ലാവരും ഒരു കാര്യം തന്നെയാണ് പറയുന്നത്, EDയും CBIയും കഴുത്ത് ഞെരിക്കുന്നു എന്ന്. രജത് സർ, ഞാനൊരു കാര്യം ഇപ്പൊ നോർമലായി ചോദിക്കാം. ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്നില്ലേ, റെയിൽവേയിൽ ഒരുപാട് അഴിമതികളൊക്കെ നടത്തിയിരുന്ന ആള്? ഈ അഴിമതിയിൽ ഏകദേശം 600 കോടി പണം എങ്ങോട്ടെന്നറിയാതെ ഒഴുകിപ്പോയി. സ്പോയിൽ റഫ് കറപ്ഷൻ പിടിക്കപ്പെട്ടു. 600 കോടി എന്ന് പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ ആരുടെയാ? എല്ലാറ്റിനും ഞങ്ങളുടെ കയ്യിൽ കണക്കുണ്ട്. ജനങ്ങളുടെ കാശാണ് മോഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ അവരെ എന്താ ചെയ്യേണ്ടത്? അവരെ ജയിലിലടയ്ക്കാൻ ഇതാ ജനങ്ങൾ തന്നെ പറയുന്നു. എന്നാൽ ഇതിലൊരു പ്രശ്നമുണ്ട്. ഈ അഴിമതി നടത്തിയിരിക്കുന്ന മന്ത്രിമാരെയൊക്കെ ജയിലിലടയ്ക്കണമെങ്കിൽ അതിനൊക്കെ ഒരുപാട് ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സുകളുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് പോലും തലയിടാൻ പറ്റില്ല, ജനങ്ങളെക്കൊണ്ടും പറ്റില്ല. നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തി തന്നെ ഇതാണ്. നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സും ജുഡീഷ്യൽ പ്രോസസ്സും മുഴുവനാക്കണം. ഇപ്പോ ഓപ്പോസിഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ പ്രോസസ് ഒന്ന് സ്ലോ ആക്കാൻ പറയുന്നു, കാരണം അവർ ഓപ്പോസിഷനാണ്. ഈ അവസരത്തിൽ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ UPI പവർ ഉണ്ടായിരുന്നപ്പോഴും മോഷ്ടിച്ചു, എതിർ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോഴും നിങ്ങൾ ബേജാറാവുന്നു, കാരണം നിങ്ങൾ കറപ്ഷൻ ചെയ്തിരിക്കുന്നു. എന്നാൽ നിങ്ങളെ പിടിക്കാനും പാടില്ല. നിൽക്കൂ, അവരെന്താണ് പറയുന്നതെന്ന് ഞാൻ പറയാം. തേജസ്വി യാദവ് പറഞ്ഞത്, അദ്ദേഹം പറയുന്നു 2017 റെയ്ഡ് വന്നിരുന്നു എന്ന്. 8 കോടിയുടെ കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങൾ പിടിച്ചു എന്ന്. 1000 കോടിക്കുള്ള കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നിനും വ്യക്തമായ കണക്കുകളില്ല. ഇപ്പോൾ 800 കോടിയുടെ കണക്ക് നോക്കാനല്ലേ നിങ്ങളെ വിളിക്കുന്നത്? ഞങ്ങൾ വിളിക്കുമ്പോഴൊക്കെ അവർക്ക് സമയമില്ലെന്ന് പറഞ്ഞൊഴിയുന്നു. അദ്ദേഹം പാവം അവിടെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ? സാധാരണ ജനങ്ങളല്ലേ നിങ്ങളൊക്കെ? പോലീസ് നിങ്ങളെ വിചാരണ ചെയ്യാൻ വിളിച്ചാൽ സോറി, ഞാനിപ്പോ അല്പം തിരക്കിലാണെന്ന് നിങ്ങളിൽ എത്ര ആൾക്കാർ പറയും? ഓപ്പോസിഷന്റെ പ്രത്യേകത തന്നെ ഇതാണ്. സോറി, ഞാനിപ്പോ അല്പം തിരക്കില്ല, നാളെ വാ. പിറ്റേന്ന് വിളിക്കുമ്പോ പറയും ഞാൻ ഇപ്പോഴും തിരക്കിലാണ്, ഞാൻ വിളിക്കുമ്പോ വന്നാ മതിയെന്ന്. പിന്നീട് വിളിക്കുമ്പോ പറയും ഇല്ല, ഞാനിപ്പോ ബിസിയാണ്, എനിക്ക് സുഖമില്ല, ഞാൻ ഓക്സിജനിലാണ്, അതുമല്ലെങ്കിൽ ഞാൻ സിംഗപ്പൂരിലാണ് എന്നും പറയും. പക്ഷേ അവരുടെ അടുത്ത് ഓക്സിജൻ ടാങ്കും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ന് നമ്മളുടെ പ്രധാനപ്പെട്ട ശക്തി എന്താണെന്ന് വെച്ചാൽ മീഡിയ മുഖാന്തരമോ സോഷ്യൽ മീഡിയ മുഖാന്തരമോ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നു. ഇല്ല, അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ED 128 കേസ് എല്ലാവരുടെയും പേരിൽ ഇട്ടിട്ടുണ്ടെന്ന്. അതിൽ 115 കേസുകൾ 95% കേസുകളും പ്രതിപക്ഷ പാർട്ടികളുടെ പേരിലാണ്. നോക്കൂ, പദവിയിൽ ഇരുന്നു കൊണ്ട് മന്ത്രിമാർ രാജ്യത്തെ ഒരുപാട് കൊള്ളയടിച്ചിരിക്കുന്നു. ജനങ്ങളെ നിങ്ങൾ എന്താ പറയുന്നത്? അവരെ വെറുതെ വിട്ടേക്കട്ടെ? പിന്നെ മോഡി എന്തിനാ ഇവരെ പിടിച്ചുവെച്ച് ഇവരെ സഫക്കേറ്റഡ് ആക്കുന്നത്? ഏകദേശം 9 വർഷമായി. ഇൻവെസ്റ്റിഗേഷന് വേണ്ടി സമയവും ഒതുക്കി വെക്കണം. ശരിക്കും ഓപ്പോസിഷനിലുള്ളവരോട് ഞങ്ങളുടെ ശക്തി കാണിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ ഇങ്ങനെ 9 വർഷം തല നിവർത്തി പിടിച്ചിങ്ങനെ പുറത്തിറങ്ങി നടക്കൂ. BJPയിൽ ഒരാൾ ചേർന്നാൽ അയാൾ ശുദ്ധനാകുമോ? ഹിമന്ത ബിശ്വ ശർമ്മയായാലും അങ്ങേരപ്പ BJPക്കാരനാണ്. സുബന്ധു അധികാരി, ഇവരെയൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് ക്ലീൻ ആയിട്ട് പുറത്തെടുത്തെന്ന്. ജനങ്ങൾ നിങ്ങളോടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ അളിയൻ BJPക്കാരനാണോ? അല്ലല്ലോ. അയാളുടെ മേൽ എന്തൊക്കെ കുറ്റാരോപണങ്ങളുണ്ട്? അതുപോലെ ഗാന്ധി കുടുംബാംഗങ്ങളുടെ മേലും ഒരുപാട് കുറ്റാരോപണങ്ങളില്ലേ? എന്നിട്ടും ഗാന്ധി കുടുംബാംഗങ്ങൾ ബെയിലിൽ പുറത്തിറങ്ങിയില്ലേ? പിന്നെ ഇതിനൊക്കെ എന്താ അർത്ഥമുള്ളത്? അവര് യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് കോർട്ടിൽ നിരൂപിക്കാൻ കഴിഞ്ഞാൽ എല്ലാ കേസും തവിടുപൊടിയായില്ലേ? തേജസ്വി യാദവ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ലാലു പ്രസാദ് യാദവ് BJP ചേർന്നിരുന്നെങ്കിൽ അദ്ദേഹം സത്യവാൻ ഹരിചന്ദ്രൻ ആകുമായിരുന്നു. ഒരു അഴിമതിക്കഥയും പുറത്തേക്ക് വരില്ലായിരുന്നു. തേജസ്വി എന്താ പറയുന്നത്? അവരുടെ അച്ഛൻ ഹരിശ്ചന്ദ്രൻ സത്യവാനല്ലെന്നാണോ പറയുന്നത്? ഇതല്ലേ അദ്ദേഹം പറഞ്ഞു വരുന്നത്? മാഡം നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. അദ്ദേഹം ഇവിടെ വരികയാണെങ്കിൽ ഞാൻ ആ ചോദ്യം ചോദിക്കാം. ഇതാ നോക്കൂ, മറ്റൊരാളും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് താങ്കളുടെ പേര് പറയും, അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം എന്റെ പേര് പറയേയില്ല. നിങ്ങൾ ഗജർവാളിന്റെ ഹിസ്റ്ററി എടുത്തു നോക്ക്. അദ്ദേഹം ഇതുവരെയും
അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനീഷ് സിസോഡിയുടെ മേൽ ഒന്നിനുമേൽ ഒന്നായി കേസ് ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാൻ ഇന്നലെ സമ്മതിക്കുന്നില്ല. ഡൽഹിയിലിരുന്ന് അദ്ദേഹം അല്ലേ പറഞ്ഞത് സിസോഡിയയുടെ കാര്യം പറയരുതെന്ന്? അതെ അതെ, ഇന്നലെ സംസാരിച്ചായിരുന്നു. അത് തന്നെ. കുപ്പയെക്കുറിച്ച് വേണമെങ്കിൽ സംസാരിക്കാം, മനീഷിനെ കുറിച്ച് സംസാരിക്കേണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കുകയില്ല, കുപ്പയെ പറ്റി മാത്രമേ പറയൂ. പക്ഷെ ഇക്കാര്യം സത്യമല്ലേ? സിസോഡിയക്കെതിരായിട്ട് ആദ്യം CBI വന്നു, പിന്നെ ED വന്നു. ഈ ഇങ്ങനെ ചവറ്റുകുപ്പയാണ് ഒന്നൊന്നായിട്ട് ഒരുപാട് കാലം ഇങ്ങനെ കാത്തിരിക്കുന്നത്. പത്രസമ്മേളനം നിർത്തിവെച്ച് എന്നെ വന്ന് ക്ലീൻ ചെയ്യുന്നും പറഞ്ഞിട്ട്. എന്താ ചെയ്യാ, അദ്ദേഹം തന്നെ മനീഷിൽ നിന്നും അകന്നു നിൽക്കല്ലേ. പിന്നെ ഞാനെന്തു പറയാനാ? ഒരു കാര്യം നമ്മളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ കസ്റ്റഡി എക്സ്റ്റെൻഡ് ആവുന്നുണ്ടെന്ന് വിചാരിക്കുക. കസ്റ്റഡിയെ ആരായിരിക്കും എക്സ്റ്റെൻഡ് ചെയ്യുക? കോർട്ടല്ലേ. ആ സമയത്ത് ഗജർവാളും രാഹുൽ ഗാന്ധിയും ഒക്കെ എന്താ പറയാ? അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിന് സ്വാതന്ത്ര്യമില്ലെന്നോ? ജുഡീഷ്യൽ സിസ്റ്റം സ്വാതന്ത്ര്യത്തോടെയല്ല എന്നുണ്ടെങ്കിൽ മറ്റ് ഓർഗനൈസേഷനുകളൊക്കെ വെറുതെ നോക്കി നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹം പറയുന്നു മനീഷ് സിസോഡിയയുടെ വീട്ടിൽ റെയ്ഡ് പോയി, ബന്ധുക്കളുടെ വീടുകളിൽ റെയ്ഡ് പോയി, ബാങ്ക് ലോക്കർ എല്ലാം ചെക്ക് ചെയ്തു, എന്നിട്ട് ഒന്നും കിട്ടിയില്ലെന്ന്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അകത്തിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവർ കോർട്ടിലേക്ക് പോയിരിക്കുന്നു. പക്ഷെ കോർട്ട് വേറെ എന്തോ കണ്ടിട്ടുണ്ട്. അതിലൊന്നും നമുക്ക് തലയിടാൻ പറ്റില്ല, അതിനൊന്നും യാതൊരു അവകാശവും ഇല്ല. പക്ഷെ കോമൺ സെൻസ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അവർ തന്റെ കേസെടുത്ത് കോർട്ടിൽ പോയപ്പോ ഗജർവാളിന് വേണ്ടിയും വാദിച്ചിട്ടുണ്ടാവും, ഏജന്റിന് വേണ്ടിയും വാദിച്ചിട്ടുണ്ടാവും. എന്നാൽ കോർട്ടാകട്ടെ നിഷ്പക്ഷമായ ഒരു തീരുമാനമായിരിക്കും എടുത്തിട്ടുണ്ടാവുക. പക്ഷെ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ആ എവിഡൻസ് നമുക്ക് കാണാൻ പറ്റില്ല, എന്നാൽ കോർട്ടിന് കാണായിരിക്കും. കേജ്രിവാൾ പറയുന്നു നിങ്ങൾ മനീഷ് സിസോഡിയെ വെളിയിലേക്ക് വരാൻ അനുവദിക്കുന്നില്ലെന്ന്. ധൈര്യമുണ്ടെങ്കിൽ ജയിലിൽ അടയ്ക്കുന്ന ഗജർവാള് തന്നെയല്ലേ തന്റെ വായ കൊണ്ട് പറഞ്ഞത്. ഏജൻസി അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റി. ഏജൻസിയോട് എന്തിനാ ദേഷ്യപ്പെടുന്നു? ജയിലിനെ പറ്റി പറയുകയാണെങ്കിൽ സിസോഡിയെ വിട്ടേക്ക്, നമ്മുടെ സത്യം ചെയ്യെ നോക്ക്. സുഖവാസം അനുഭവിക്കല്ലേ അവിടെ. എനിക്കൊരു കാര്യം മാത്രം അറിയാം, ഗജർവാൾ എന്തോ തീരുമാനത്തോടെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ എന്തോ പുതിയതായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. ഇത് ഞാൻ ജനങ്ങളോട് തന്നെ ചോദിക്കട്ടെ. അദ്ദേഹം നേരുള്ളവനാണോ? പുതിയ പുതിയ അഴിമതികളെക്കുറിച്ചൊക്കെ അദ്ദേഹമല്ലേ പഠിപ്പിച്ചു തരുന്നത്? പക്ഷേ മനീഷ് സിസോഡിയ എന്താണ് പറയുന്നത് വെച്ചാൽ എഡ്യൂക്കേഷനിൽ നന്നായിട്ട് ജോലി ചെയ്തെന്ന്. എഡ്യൂക്കേഷനും ലിക്കറും ഇത് രണ്ടും വ്യത്യസ്ത ഫീൽഡാണ്. എഡ്യൂക്കേഷനിലെ നല്ല കാര്യങ്ങൾ തടയാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ലിക്കറിൽ നിങ്ങൾ പിടിച്ചതെന്ന്. വിദ്യാഭ്യാസത്തിൽ നല്ലത് ചെയ്യാൻ വേണ്ടി ലിക്കറിൽ അഴിമതി കാണിച്ചോ എന്നാണ് ചോദ്യം. അത് ചോദിക്ക്. അദ്ദേഹം അത്രത്തോളം നല്ലവനാണെങ്കിൽ പിന്നെ എന്തിനാ ക്യാൻസൽ ചെയ്തത്? ഞാൻ വീണ്ടും ചോദിക്കാം, എഡ്യൂക്കേഷന്റെ മുന്നേറ്റത്തിനു വേണ്ടി ഞാൻ ലിക്കറിൽ അഴിമതി കാണിച്ചു, ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കോ? ഒരിക്കലുമില്ല. എഡ്യൂക്കേഷന് വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് തന്നെ ഞാനും പറയുന്നത്. മദ്യ അഴിമതിയിൽ നിങ്ങൾ എന്നെ പിടിക്കരുത്. അതായത് അഴിമതി ചെയ്തിട്ടുണ്ട്, വിദ്യാഭ്യാസം കൊണ്ടുവന്നില്ലേ? ഒരഴിമതി നടന്നിട്ടില്ലെന്നാണ് ശരി, അദ്ദേഹം ഞാനും പറയുന്നത്. അത് തന്നെ പറയാം. അദ്ദേഹം അഴിമതി കാണിച്ചിട്ടില്ല. പക്ഷെ കോർട്ടെന്താ ഉറങ്ങുമായിരുന്നോ? പക്ഷെ ന്യായം ചോദിച്ച് നിങ്ങൾ തന്നെയല്ലേ കോടതിയിൽ പോയത്. അപ്പൊ കോർട്ടാണോ തെറ്റ് ചെയ്ത്? ഈ ഗജർവാൾ എന്താ പറഞ്ഞു വരുന്നത്? അദ്ദേഹം പാവം ഒന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമായിട്ട് അദ്ദേഹം അറിയാം. ഒന്നും പറയുന്നില്ലെന്ന് വെച്ച് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണോ? ഞങ്ങൾ എന്തുകൊണ്ടാണ് താങ്കളോട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളാണ് ഗവൺമെന്റ്. അങ്ങനെയല്ല രജത് സർ, തീർച്ചയായും നിങ്ങൾക്കത് ചോദിക്കാം. കാരണം എനിക്ക് നിങ്ങളുടെ മുന്നിൽ ധൈര്യത്തോടെ വന്നിരിക്കാൻ പറ്റും. ഏത് രണ്ടാൾക്കാരെ പറ്റിയാണോ നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നത്? പക്ഷേ ഈ ഓഡിയൻസിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. ഈ യങ്സ്റ്റേഴ്സിനെ പറ്റി ഒന്നും അറിയില്ല, എവിടുന്നാ വന്നതെന്ന് പോലും അറിയില്ല. പക്ഷേ നിങ്ങൾ ആപ്കി അദാലത്ത് ഈ യങ്സ്റ്റേഴ്സിന്റെ മുന്നിലാണ് നടത്തേണ്ടത്. അതിൽ ഈ ഗജർവാളും ആം ആദ്മിക്കാരും എന്തായാലും എല്ലാവരും പങ്കെടുക്കണം. അവരുടെ ഇടയിൽ വെച്ച് ആപ്കി അദാലത്ത് നടത്ത്. ഞാൻ എല്ലാവരെയും വിളിച്ച് നടത്താറുണ്ട്. നിങ്ങൾ നടത്തുമായിരിക്കും, നിങ്ങൾ വിളിക്കും, അവര് പക്ഷേ വരില്ല.